ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ധനുഷ് അവന്തികയുടെ ഫോണിലേക്ക് വിളിച്ച് നാളെ തന്നെ ഇവിടെ എത്തിച്ചേരണമെന്ന് നിർബന്ധപൂർവ്വം പറയുന്നു. അത് കേട്ടതും ഉടൻ തന്നെ ധനുഷിനോട് അവന്തിക ചോദിച്ചു, നാളെ വരാനോ? നാളെ എനിക്ക് പറ്റില്ല. ഞാൻ നിന്നെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ജാമ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അവന്തിക അറിയിക്കുമ്പോൾ ധനുഷ് പറഞ്ഞു, നീ ചെയ്തിട്ടുണ്ടെന്നോ? നീ എന്നോട് കളവ് പറയണ്ട. നീ ഇതുവരെ അതിനുവേണ്ട നീക്കങ്ങൾ നടത്തിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അത് കേട്ടതും അവന്തിക പറഞ്ഞു, നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ നിന്നെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് വീണ്ടും അവന്തിക ആവർത്തിക്കുന്നത് കേട്ട് ധനുഷ് പറഞ്ഞു, നിന്നെ എനിക്ക് വിശ്വാസമാണ്. അതിനേക്കാളേറെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ഈ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. അതെ, പുരുഷന്മാർക്ക് മാത്രമല്ല ജയിലുള്ളത്, സ്ത്രീകൾക്കും ജയിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് അവന്തികയോട് ധനുഷ് പറയുമ്പോൾ അവന്തിക പറഞ്ഞു, ധനുഷ്, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് അവന്തിക വീണ്ടും ധനുഷിനോട് ആവർത്തിച്ച് പറയുന്നു. അപ്പോഴേക്കും ധനുഷ് അവന്തികയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നീ എന്നെ കാണാനായി ഇവിടെ എത്തണം. അതിന് മറുപടി പറയാൻ അവന്തിക ഞാനോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് നന്ദൻ എത്തുന്നു. നന്ദൻ റൂമിലേക്ക് എത്തി. നന്ദന്റെ എന്തോ സാധനങ്ങൾ ആ ഡ്രോമേശയിൽ ഉള്ളത് കൊണ്ട് അത് പരതുന്ന നേരത്ത് അവന്തിക ഒന്നും പറയാനാകാതെ വിഷമിച്ചിരുന്നു. അപ്പോഴും ധനുഷ് ബഹളത്തോടെ, അവന്തിക, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, നീ എന്താ മറുപടി പറയാത്തത്? നിനക്ക് ബുദ്ധിമുട്ടാണോ? എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അവന്തിക. നീ എന്നെ ഈ ദേഷ്യം ഇപ്പോഴല്ല, എന്റെ ഈ ദേഷ്യം അത് നീ ഇരട്ടിയാക്കരുത്. എന്നെ കൊണ്ട് നീ കടും കൈകൾ പ്രവർത്തിപ്പിക്കരുത് എന്ന് ധനുഷ് വീണ്ടും ഭീഷണി ഉയർത്തുമ്പോ അവന്തിക പതുക്കെ ആ മൊബൈലുമായി വേഗം വിസിറ്റേഴ്സ് റൂമിന് അരികിലേക്ക് എത്തി. അവിടെ വന്നതും അവന്തിക ഫോണിനെടുത്ത് പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞല്ലോ, നിന്നെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. നിന്നെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്നൊന്ന് വിശ്വസിക്കുന്ന പറഞ്ഞ് ധനുഷിനെ സമാധാനപ്പെടുത്തി അവന്തിക പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവന്തികയുടെയും ധനുഷിന്റെ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് അർച്ചന വന്നു നിൽക്കുന്നു. അർച്ചനയെ കണ്ടതും അവന്തിക താൻ ധനുഷിനെ അല്ല വിളിച്ചത് എന്നുള്ള ഭാവത്തിൽ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് അവന്തികയോട് അർച്ചന പറഞ്ഞു, ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയോ? ജാമ്യത്തിൽ ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ അതോ മറ്റെവിടെയെങ്കിലും പാർപ്പിക്കാനാണോ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോ അവന്തിക ഒന്നും അറിയാത്തത് പോലെ ചോദിച്ചു, ജാമ്യത്തിൽ ഇറക്കാനോ? നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ കൂട്ടുകാരിയോടാ സംസാരിച്ചത് എന്ന് പറയുമ്പോ അർച്ചന ചോദിച്ചു, കൂട്ടുകാരി എന്താ ജയിലിലാണോ? അല്ല, ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടോ. എല്ലാം ഞാൻ കേട്ടിട്ടാ വരുന്നത്. എന്തൊക്കെയാണെന്നാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ധനുഷിനെ ജാമ്യത്തിലിറക്കി നിങ്ങൾ എവിടേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതെന്തായാലും ഒരു കാര്യത്തിലും നടപ്പിലാവാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ ഇത്രയും നാളും ധനുഷും നിങ്ങളും ചേർന്ന് ഈ കുടുംബം തകർക്കാനായി ഇവിടെ നിന്ന് പരിശ്രമിച്ചു. എന്നിട്ട് നടക്കാത്ത കാര്യമാണ് ഇനി ജയിലിൽ കിടക്കുന്ന അവൻ മുഖേന നടപ്പിലാക്കാൻ പോകുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അത് ശരി. അപ്പോ നീ എല്ലാം കേട്ടു എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. എന്നാൽ നീ കേട്ടോ, ഞാൻ ധനുഷിനെ തന്നെയാ വിളിച്ചത്. അവനെ ഞാൻ ഉടനെ തന്നെ പുറത്തിറക്കുകയും ചെയ്യും. അവനെ ജാമ്യത്തിൽ ഇറക്കിയതിനു ശേഷം നീ കുടുംബത്തോട് ചെയ്യാൻ പറ്റുന്ന എത്രയും വലിയ ക്രൂരതകളുണ്ടോ അതുമെല്ലാം ഞാൻ ചെയ്യും എന്ന് അവന്തിക അർച്ചനയെ വെല്ലുവിളിക്കുമ്പോ അർച്ചന പറഞ്ഞു, ശരി, നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ അതിനെ ചെറുത്ത് നിൽക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോ നിങ്ങൾക്ക് അതിൽ വിജയമുണ്ടാകുമെന്നുള്ള അഹങ്കാരത്തിലാണ് നിങ്ങൾ ഓരോന്നും പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും പോംവഴി ഈശ്വരനും എനിക്ക് കാട്ടിത്തരും. പിന്നെ അന്ന് വിവാഹത്തിന് ആ അല്പസമയത്ത് മുമ്പ് മറ്റൊരു സംഭവം നടന്നിരുന്നല്ലോ. ധനുഷിനെ ജയിലിലേക്ക് അയക്കാനുണ്ടായ കാരണം എന്റെ ഫോണിലേക്ക് അയച്ച ആ വീഡിയോയാണ്. ധനുഷും ആ മിന്നൽ ബിജുവും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ വീഡിയോ, അത് ആരാണ് എനിക്ക് അയച്ചത് എന്ന് ഇപ്പോഴും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിവാഹം മുടക്കണമെന്നത് എന്നെക്കാളേറെ ആഗ്രഹിച്ച മറ്റൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഉറപ്പാണ്. അത് വേറെ ആരുമല്ല, നിങ്ങളാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചു, ധനുഷുമായിട്ടുള്ള നിങ്ങളുടെ ചെങ്ങാത്തം അത് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും ഏത് രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായി ഇറങ്ങി പുറപ്പെടുമ്പോ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചതിന് ശേഷം ഇറങ്ങി പുറപ്പെടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ ധനുഷും അവന്തികയും ആരാണെന്നുള്ള സത്യം ഈ വീടുമല്ല, ഈ പുറംലോകം മുഴുവൻ, ഈ ലോകം മുഴുവൻ അറിയാൻ പോകുന്നു. അതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്നോട് എതിരിടാനായി പുറപ്പെട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ
എന്നെ തോൽപ്പിക്കത്തക്ക ആയുധങ്ങൾ ഉണ്ടോ എന്നുകൂടി ഒന്നുകൂടി ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കുമെന്ന് അർച്ചന ഓർമ്മിപ്പിക്കുമ്പോൾ അവന്തിക നാണം കെട്ടങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു, എന്തായാലും ധനുഷിനെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്രമണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർത്തു വെച്ചു, ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം നടപ്പിലാക്കാൻ പോകുന്നില്ല. എന്ത് വില കൊടുത്തിട്ടും നിങ്ങളുടെയും ധനുഷിന്റെയും ഏത് ആഗ്രഹമാണെങ്കിൽ പോലും അത് തകർത്തെറിയാൻ എനിക്ക് കഴിയും. അതെങ്ങനെ ചെയ്യണമെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഇനിയും ഈ രീതിയിലുള്ള എന്തെങ്കിലും നീക്കമാണ് നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേക്കുന്നത് തന്നെയാണ് നല്ലത്. അർച്ചന ആരാണെന്ന് അന്ന് നിങ്ങൾ മനസ്സിലാക്കും. അന്ന് വിവാഹ പന്തലിൽ നിങ്ങൾ ബോധം കെട്ട് വീണ കാര്യമൊക്കെ എനിക്കറിയാം. എന്നാൽ ശരിക്കുള്ള ബോധക്കേടുണ്ടാകാൻ പോകുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ ഈ സത്യങ്ങളൊക്കെ പുറലോകം അറിയാൻ പോകുന്ന ആ നിമിഷത്തെക്കുറിച്ച് ഓർത്തു വെച്ചു. അന്നാണ് ഇതിനേക്കാളേറെ തലകറക്കവും തലചുറ്റലും ഒക്കെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ അവന്തിക തന്റെ ഫോൺ എടുത്ത് ആരോട് ഫോൺ ഡയൽ ചെയ്തു. മൂർത്തി, നീ എവിടെയാ? എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞതും നീയൊക്കെ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെയെങ്കിലും നീ എനിക്കായി ഏർപ്പാട് ചെയ്ത് തന്നിരിക്കണം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് ഇപ്പോൾ ജയിലിലാണ്. അയാളെ ഏത് വിധേനയും ജാമ്യത്തിലെടുത്തേ തീരൂ. അത് കേട്ടതും ശരി, ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് മൂർത്തി ഫോൺ വയ്ക്കുന്നു. അവന്തിക ഫോൺ വെച്ചതിന് ശേഷം ആകെ ആശങ്കയിലായി. പിന്നീട് അർച്ചന കിടക്കാനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ബെഡിലേക്ക് വന്ന് ബ്ലാങ്കറ്റ് ഇട്ട് പുറച്ച് കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി എവിടേക്ക് എത്തി ചോദിച്ചു, അത് ശരി, താൻ കിടന്നോ ഇതിനോടകം എന്ന് ചോദിച്ച് സച്ചി അരികിലേക്ക് വന്നതും അർച്ചന പറഞ്ഞു, പിന്നെ സച്ചിയേട്ടൻ ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടതോടെ ഞാൻ പിന്നെ എന്തിനാ ഇവിടെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. എന്നിട്ട് അത് രാവിലെ എഴുന്നേറ്റ് ജോലികളെല്ലാം ചെയ്തിട്ട് കുഞ്ഞുമോളെ കയ്യിലെടുത്ത് താലോലിക്കേണ്ടതല്ലേ? അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞതും അർച്ചനയോട് സച്ചി പറഞ്ഞു, അത് ശരി, അപ്പോ ഇങ്ങോട്ട് എഴുന്നേറ്റേ. ഇത്രയും നേരം പിന്നെ ആരുടെ കൂടെയായിരുന്നു കുഞ്ഞാവേരെ കൊഞ്ചിച്ചുകൊണ്ടല്ലേ ഇരുന്നത് എന്ന് ചോദിച്ചതും അർച്ചന വേഗം എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ സച്ചിയേട്ടാ. കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണെന്നാണോ സച്ചിയേട്ടൻ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞതും സച്ചി പറഞ്ഞു, എടോ, എന്നും ഇങ്ങനെ സന്ദീപിന്റെ കുഞ്ഞിനെ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരുന്നാ മതിയോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അത് മാത്രം പോരാ, നമ്മുടെ കുഞ്ഞിനെയും നമുക്ക് താലോലിക്കണം, അതാ വേണ്ടത് എന്ന് പറഞ്ഞത്. ആഹാ, അപ്പോ തനിക്ക് ഉടനെ ഒരു കുഞ്ഞിനെ വേണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടല്ലേ? അല്ല, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? ട്രീറ്റ്മെന്റ് തുടങ്ങണ്ടേ എന്ന് ചോദിച്ചിട്ടും നാളെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റിനുള്ള കാര്യങ്ങൾ തുടങ്ങുമല്ലേ എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, അത് ശരി, അല്ല തനിക്കപ്പോ എത്ര കുട്ടികൾ വേണമെന്നാ തന്റെ ആഗ്രഹം എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, നമുക്കൊരു കുഞ്ഞൊന്നും പോരാ സച്ചിയേട്ടാ, നമുക്ക് ഒരു ഒരു ജോഡി കുഞ്ഞുങ്ങളെങ്കിലും വേണം. അത് കേട്ടതും സച്ചി ചോദിച്ചു, ഒരു ജോഡിയോ? അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഒരു ജോഡി എന്ന് പറഞ്ഞാലേ ഒരു 12 കുട്ടികൾ. അതാ ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഡസൻ കുട്ടി എന്ന് പറഞ്ഞത്. ഒരു ഡസൻ കുട്ടി എന്ന് പറഞ്ഞാലേ അത് ഒരു അതിശയോക്തിയുള്ള കാര്യാ, എന്നാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞതും ഉടനെ അർച്ചന പറഞ്ഞു, അത് ഞാനൊരു രസത്തിന് പറഞ്ഞല്ല സച്ചേട്ടാ, എങ്കിലും ഒരു 6 കുട്ടിയൊക്കെ നോക്കാം എന്ന് അർച്ചന പറഞ്ഞപ്പോ എന്നാലേ അതൊക്കെ ഒരു ഇച്ചിരി കഷ്ടപ്പാടുള്ള കാര്യാ, സാരമില്ല, ഞാൻ പരിശ്രമിക്കാം എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. അത് കേട്ടതും അർച്ചനോട് സച്ചി ചോദിച്ചു, അല്ല അതിന് തനിക്ക് പ്രസവിക്കുന്നതിന് മടിയൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതും എനിക്കൊരു മടിയുമില്ല സച്ചിയേട്ടാ എന്ന് അർച്ചന മറുപടി നൽകിയതും സച്ചി പറഞ്ഞു, എന്നാ കുഴപ്പമൊന്നുമില്ല, ആറൊക്കെ ഇച്ചിരി പരിശ്രമിക്കേണ്ട കാര്യാ, എന്നാലും സാരമില്ല, എന്റെ അച്ഛനു വേണ്ടിയല്ലേ, ഞാനത് തീർച്ചയായിട്ടും ചെയ്തിരിക്കുമെന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അർച്ചനയുടെ മുഖം ചേർത്ത് പിടിച്ച് സച്ചി അർച്ചനയോട് സംസാരിക്കുമ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, നമുക്ക് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് നമ്മുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ സ്വപ്നമാ എന്ന് പറഞ്ഞതും അർച്ചനയോട് സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ നാളെ തന്നെ നമുക്ക് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിനായി ഹോസ്പിറ്റലിൽ പോയി അതിനു വേണ്ട ട്രീറ്റ്മെന്റും ആരംഭിക്കണം, അതിന് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അർച്ചനയെ ചേർത്ത് പിടിച്ച് സച്ചി ആ ബെഡിലേക്ക് വീഴുന്നു. പിന്നീട് കാണുന്നത് തന്റെ ബെഡിൽ മദ്യപിച്ച് ലെക്ക് കെട്ട് ബോധമറ്റ് കിടന്നുറങ്ങുന്ന, കയ്യിൽ ഒരു ഗ്ലാസും വെച്ച് ആ ബെഡിൽ കിടന്നുറങ്ങുന്ന സ്നേഹയെ കണ്ട് ആ റൂമിലേക്ക് എത്തിയ അവന്തിക സ്നേഹയെ നോക്കി ആ ബെഡിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഉറങ്ങ, നിനക്ക് പറ്റുന്ന അത്രയും നീ ബോധം കെട്ട് ഉറങ്ങിക്കോ, എല്ലാം മറന്നുറങ്ങ്. മറക്കുന്ന ആ സമയത്ത് ആദ്യം നീ മറന്നു കളയേണ്ടത് ധനുഷിനെയാണ്, ധനുഷിനെ. കാരണം ആ ധനുഷിനെ ഈ ഏട്ടത്തിക്ക് വേണം, അവനെ ഏട്ടത്തിക്ക് വേണം. അതുകൊണ്ട് നിന്റെ ഓർമ്മകളിൽ നിന്നും നിന്റെ സ്വപ്നങ്ങളിൽ നിന്നുമെല്ലാം നീ ആദ്യം ധനുഷിനെ പറിച്ചെറിയേ.
അതാണ് ഈ ഏട്ടത്തിക്ക് ആവശ്യം. നീ എത്ര വേണമെങ്കിലും എന്തോരം വേണമെങ്കിലും മദ്യപിച്ചോളൂ. അതിലൊന്നും ഈ ഏട്ടത്തിക്ക് യാതൊരു പരാതിയോ പരിഭവമോ ശാസനയോ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവന്തിക എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് കാണുന്നത് ആതിര കുഞ്ഞ് കരയുന്നത് കണ്ട് അതിനെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആതിര ആകെ വിഷമത്തോടെ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് അർച്ചന കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയതേ. എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചതും അല്ല കുഞ്ഞ് ഭയങ്കര കരച്ചിലാ ചേച്ചി, എത്രയായിട്ടും കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല എന്ന് അർച്ചന അരികിലേക്ക് വന്നതും ആതിര വിഷമത്തോടെ പറഞ്ഞു. ഉടനെ തന്നെ അർച്ചന കുഞ്ഞിനെ കയ്യിലെടുത്ത് തന്റെ തോളിലേക്ക് ചേർത്ത് കിടത്തി ഒന്ന് പാട്ടുപാടി പതുക്കെ താലോലിച്ചങ്ങനെ വന്നതും കുഞ്ഞ് കരച്ചിൽ നിർത്തി ശാന്തിയായി അർച്ചനയുടെ തോളിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത് ആതിര കാണുന്നു. അർച്ചനയുടെ ചൂടുപറ്റി അങ്ങനെ കുഞ്ഞുറങ്ങുന്നത് കണ്ടതോടെ ആതിരയ്ക്കും സമാധാനമായി. സന്തോഷത്തോടെ അങ്ങനെ കുഞ്ഞിനെ അർച്ചന ഉറക്കുന്നത് കണ്ട് ആതിര സന്തോഷത്തോടെ അർച്ചനയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കുന്നു. പിന്നീട് കാണുന്നത് അവന്തികയെ കാണുവാനായിട്ട് മൂർത്തി പറഞ്ഞയച്ച ആൾ പുറത്ത് കാത്തു നിൽക്കുന്നു. അവിടേക്ക് എത്തിയ അവന്തിക അയാളുടെ അരികിലേക്ക് ചെന്ന് മൂർത്തി പറഞ്ഞയച്ച ആളല്ലേ ശങ്കർ എന്ന് ചോദിച്ചു. അതെ മേഡം, മേഡത്തിന് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മൂർത്തി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് ചോദിച്ചത്. കാര്യം ഞാൻ പറയാം. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ജയിലിലാണ്. അവനെ ഏതു വിധേനയും റിമാൻഡിലായതുകൊണ്ട് എങ്ങനെയും അവനെ പുറത്തിറക്കണം. അവന്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതും പിന്നെ ആൾമാറാട്ടം അങ്ങനെയൊക്കെയുള്ള കുറെ ക്രിമിനലായിട്ടുള്ള കുറച്ച് പ്രശ്നകരമായിട്ടുള്ള കേസുകളാണ്. അതിൽ നിന്നൊക്കെ അവനെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വക്കീലിനെ വേണം ആദ്യം കണ്ടെത്താൻ. പിന്നെ വേണ്ടത് അവനെ പുറത്തിറങ്ങിയതിന് ശേഷം അവന് താമസിക്കാൻ പറ്റിയ നല്ലൊരിടം കണ്ടെത്തണം. ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്തു തരേണ്ടത്. എന്താ ശങ്കറിന് അത് പറ്റുമോ എന്ന് ചോദിച്ചതും ഉടനെ ശങ്കർ പറഞ്ഞു, പറ്റും മേഡം, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. മേഡം പറഞ്ഞതുപോലെ ഏത് കേസും പുഷ്പം പോലെ പുറത്തിറക്കാൻ പറ്റിയ ഒരു വക്കീൽ എൻ്റെ കയ്യിലുണ്ട്, വിജയലക്ഷ്മി വക്കീല്. മേഡത്തോട് പറഞ്ഞാൽ ഏത് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള പ്രശ്നമാണെങ്കിലും അതെല്ലാം പുഷ്പം പോലെ മേഡം പുറത്തിറക്കി തരും. പിന്നെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം അത് എന്താ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഉടനെ തന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തികയോട് ശങ്കർ പറഞ്ഞു, മേഡം ഞാൻ വിളിക്കാം, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ മേളത്തെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവന്തികയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണുന്നത് അർച്ചനയും സച്ചിയും കൂടി സന്ധ്യ ഡോക്ടറെ കാണുവാനായി എത്തിയിരിക്കുന്നു. സന്ധ്യ ഡോക്ടർ അർച്ചനയും സച്ചിയെയും പരിശോധിച്ചിട്ട് പറഞ്ഞു, എന്തായാലും രണ്ടുപേരും കൂടി ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് എന്തുകൊണ്ട് നന്നായി. ഇനിയും ഈ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ വൈകാതെ പെട്ടെന്ന് തന്നെ ഇത് ആരംഭിക്കണമെന്നൊരു തീരുമാനത്തിലെത്തിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം എന്ന് സന്ധ്യ ഡോക്ടർ പറയുന്നത് കേട്ട് അർച്ചന പറഞ്ഞു, ഡോക്ടർ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞു വേണം. അർച്ചന ആതിരയുടെയും സന്ദീപിന്റെയും കുഞ്ഞിനെ താലോലിച്ചപ്പോ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് തോന്നിയ ഏറ്റവും വലിയൊരു മോഹമാണ്. ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഈ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ നടപടികളും തുടങ്ങണമെന്ന് പറഞ്ഞതും പെട്ടെന്ന് സച്ചിയെ നോക്കിയിട്ട് അവന്തിക സന്ധ്യ ഡോക്ടർ പറഞ്ഞു, സച്ചി ഒന്ന് പുറത്തേക്ക് നിൽക്കാവോ, ഞങ്ങളൊന്ന് സംസാരിച്ചതിന് ശേഷം സച്ചിയെ വിളിക്കാം എന്ന് പറഞ്ഞു. സച്ചി വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അർച്ചന സന്ധ്യ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ നന്നായി സച്ചിയേട്ടനെ ഇവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചത്. എങ്ങനെയും ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. എങ്ങനെയും ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ നടത്തി ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നേടണം. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹവുമാണ്. പ്രത്യേകിച്ച് എൻ്റെ സച്ചിയേട്ടൻ്റെ സന്ദീപിന്റെ കുഞ്ഞിനെ താലോലിക്കുമ്പോൾ സച്ചിയേട്ടൻ്റെ മനസ്സ് പിടയുന്നതും ആ മനസ്സിൽ ആഗ്രഹവും ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഡോക്ടർ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ സച്ചിയേട്ടനും ഒരച്ഛനാകണം. അതിനു വേണ്ട കാര്യങ്ങളാണ് ഇനി ഡോക്ടർ ഞങ്ങളെ സഹായിക്കേണ്ടത്. ഇപ്പോൾ സച്ചിയേട്ടനെ പുറത്തേക്ക് പറഞ്ഞയച്ചത് എന്തുകൊണ്ടും നന്നായി. ചിലപ്പോൾ ഞാൻ എല്ലാം മറന്ന് അറിയാതെ എല്ലാം തുറന്നു പറഞ്ഞു പോയേക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എൻ്റെ സച്ചിയേട്ടൻ്റെ മനസ്സാകെ തകർന്നു പോകും. സച്ചിയേട്ടൻ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതും കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുന്നതുമൊക്കെ ഒത്തിരി സ്വപ്നം കാണുന്നുണ്ട്. ആ മനുഷ്യന്റെ ആഗ്രഹം സഫലമാക്കി കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ത്യാഗത്തിനും ഞാൻ തയ്യാറാണ് മേഡം. അതുകൊണ്ട് തന്നെ ഡോക്ടർ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ഉടനെ തന്നെ തുടങ്ങണം. പിന്നെ ഞാൻ ഈ സമയത്ത് സച്ചിയേട്ടനെ മെഡിസിനൊക്കെ ഞാൻ തന്നെ കഴിപ്പിച്ചോളാം, ഒരു മുടക്കവും വരുത്താതെ എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ ഡോക്ടർ പറഞ്ഞു, ശരി എന്നാ നമുക്ക് ഉടനെ തന്നെ ആരംഭിക്കാം. പിന്നെ സച്ചിയുടെ കാര്യത്തിൽ മാത്രമല്ല അർച്ചനയ്ക്കും മെഡിസിൻ എടുക്കേണ്ടി വരും. കാരണം സച്ചിയെ കഴിപ്പിക്കുന്നത് പോലെ തന്നെ അർച്ചനയും അത് കഴിച്ചു തുടങ്ങണം. സച്ചിയോട് പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ട്രീറ്റ്മെന്റ് ആണെന്നല്ലേ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്കും ട്രീറ്റ്മെന്റ് ആണെന്ന്
സച്ചിക്ക് യാതൊരു സംശയം തോന്നാത്ത രീതിയിലാണ് ഞാൻ ട്രീറ്റ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കണ്ട. ഇക്കാര്യത്തിൽ ഇനി ഒരു ഉറച്ച തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ എല്ലാം നല്ലതായി ഭവിക്കുമെന്ന് മാത്രം ചിന്തിച്ച് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് ആരംഭിക്കാം എന്നറിയിച്ചു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, എന്തായാലും എല്ലാത്തിനും ഒടുവിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നത് സത്യം തന്നെയാണല്ലോ ഡോക്ടർ. ആ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെയൊരു പ്രതീക്ഷയുമായിട്ട് മനസ്സിൽ ആ വലിയൊരു സ്വപ്നം താലോലിക്കുന്നത് കൊണ്ടാണ് സച്ചേട്ടനും ഞാനും ഇപ്പോഴും ഡോക്ടറുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. പലപ്പോഴും പലതും പറയുമ്പോഴും സച്ചേട്ടന്റെ മനസ്സിൽ ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നം എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയാറുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ ട്രീറ്റ്മെന്റ് നടത്തി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ താലോലിക്കാനായി എത്രയും വേഗം ഞങ്ങളുടെ കൈകളിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ സഞ്ജു ഡോക്ടർ പറഞ്ഞു, എല്ലാം നല്ല നല്ല രീതിയിൽ തന്നെ അവസാനിക്കും. പിന്നെ സച്ചിയുടെയും അർച്ചനയുടെയും പ്രാർത്ഥന അതുമാത്രം ദൈവം കാണാതെ പോവില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന ഈ മെഡിസിൻസ് നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ അർച്ചനയുടെ കയ്യിലേക്ക് ആ പ്രിസ്ക്രിപ്ഷൻ എഴുതി കുറിച്ചു കൊടുക്കുന്നു. ഇത് അർച്ചനയും സച്ചിയോടൊപ്പം കഴിക്കണം. ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ യാതൊരു മുടക്കവും വരുത്തരുതെന്ന് പറഞ്ഞ് ആ മരുന്ന് എഴുതി സച്ചിയുടെ കയ്യിലേക്കും അർച്ചനയുടെ കയ്യിലേക്ക് ആ പ്രിസ്ക്രിപ്ഷൻ സന്ധ്യ ഡോക്ടർ നൽകുന്നു.